നിങ്ങൾ ഇന്ത്യയിലെ തേർഡ് ലാർജസ്റ്റ് ബാങ്കിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു റെപ്യൂട്ടഡ് കമ്പനിയായ ആക്സിസ് ബാങ്കിൽ ജോലി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ആക്സിസ് ബാങ്ക് റിക്രൂട്ട്മെന്റ് 2026 ഈ വർഷത്തെ ആദ്യത്തെ വേക്കൻസിയാണ് ആക്സിസ് ബാങ്കിന്റെ. ഇതിനകത്ത് 10ാം ക്ലാസ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, 12ാം ക്ലാസ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, BE, BTech അങ്ങനെയുള്ള എല്ലാവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓരോരുത്തർക്കും പറ്റിയ വേക്കൻസി ഇതിനകത്തുണ്ട്. നിങ്ങളുടെ മിനിമം സാലറി എന്ന് പറയുന്നത് 42,000 പെർ മന്ത് ആണ് നിങ്ങളുടെ മിനിമം സാലറി. ഇതിൽ നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവിടെ എക്സാം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പരീക്ഷ ഫീസ് ഉണ്ടായിരിക്കും. പക്ഷേ ആക്സിസ് ബാങ്കിന്റെ ലാർജസ്റ്റ് ബാങ്കാണ്, ഇന്ത്യയിലെ മെയിൻ ബാങ്കാണ്. ഇതിൽ അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഫീസ് വേണ്ട, അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം ഇല്ല. ആൾ ഇന്ത്യ മെയിൽ ഫീമെയിലിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് ഗ്രാമത്തിലായിക്കോട്ടെ, ഡിസ്ട്രിക്റ്റിലായിക്കോട്ടെ, സ്റ്റേറ്റിലായിക്കോട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കേരളത്തിൽ വളരെയേറെ വേക്കൻസി ഉണ്ട്. നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ വേക്കൻസിയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ്, ഏതൊക്കെ ലൊക്കേഷനിലാണ് വേക്കൻസി എന്ന് നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ആക്സിസ് ബാങ്ക് റിക്രൂട്ട്മെന്റ് 2026. ആക്സിസ് ബാങ്ക് 6100 കൂടുതൽ വേക്കൻസി ഉണ്ട്. 6100 നമ്മുടെ കേരളത്തിൽ ഒരുപാട് ലൊക്കേഷനിലുണ്ട്. കോട്ടയത്ത് ഞാൻ കണ്ട്, തിരുവനന്തപുരത്തുണ്ട്, തിരുവല്ലയിലുണ്ട്, അങ്ങനെ ഓരോ ലൊക്കേഷനിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെ ആ ലൊക്കേഷൻ കണ്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് പ്രഷർ, അല്ലെങ്കിൽ നിങ്ങൾ പ്രഷർ കാൻഡിഡേറ്റാ, നിങ്ങൾക്ക് കേരളത്തിൽ ജോലി നിങ്ങൾക്ക് പ്രഷർ കാൻഡിഡേറ്റിന് കിട്ടുന്നില്ല, മറ്റുള്ള സംസ്ഥാനത്തിലാണെങ്കിൽ അതെങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായവരാ, 12ാം ക്ലാസ് പാസ്സായവരാ, അവർക്ക് എങ്ങനെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. ഇവിടെ ഒരു ഷോർട്ട് നോട്ടീസ് തന്നിട്ടുണ്ട്. ആക്സിസ് ബാങ്ക് ലിമിറ്റഡ്, ഫോർമലി നോൺ ആസ് UTI ബാങ്ക്, ഈസ് ആൻ ഇന്ത്യൻ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസ് കമ്പനി. മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, സമയം ഒരുപാടാകും, അതുകൊണ്ട് ഞാൻ അടുത്ത കാര്യത്തിലേക്ക്. ഓർഗനൈസേഷൻ നെയിം ആക്സിസ് ബാങ്ക് ആണ്. പോസ്റ്റ് 6184 വേക്കൻസി ഉണ്ട്. ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് 10ാം ക്ലാസ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, 12ാം ക്ലാസ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഗ്രാജുവേറ്റിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാം, പോസ്റ്റ് ഗ്രാജുവേറ്റിന് ചെയ്യാം, BE, BTech അങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയിലുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അവർക്ക് ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഓരോരുത്തരുടെ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള വേക്കൻസി ഉണ്ട്. സെലക്ഷൻ പ്രോസസ് ഇന്റർവ്യൂ ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും, അത് നിങ്ങളുടെ വീടിനടുത്തുള്ള ബാങ്കിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായി. ഈ 2 കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ആകുന്നതാണ്. ഓൺലൈൻ അപ്ലൈ ഡേറ്റ് 15 ജനുവരി 26 തൊട്ട് ഇത് അപ്ലൈ സ്റ്റാർട്ടിംഗ് ആണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ അപ്ലൈ 25 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ടോട്ടൽ വേക്കൻസി 6184 ഞാൻ പറഞ്ഞ്. നെയിം ഓഫ് പോസ്റ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാഷ്യറുടെ പോസ്റ്റ് ഉണ്ട്, ബാങ്കറുടെ പോസ്റ്റ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഓഫീസറുടെ പോസ്റ്റ് ഉണ്ട്, അസിസ്റ്റന്റ് മാനേജറുടെ പോസ്റ്റ് ഉണ്ട്, ക്ലർക്കിന്റെ പോസ്റ്റ് ഉണ്ട്, POയുടെ പോസ്റ്റ് ഉണ്ട്, സെയിൽസ് ഓഫീസറുടെ പോസ്റ്റ് ഉണ്ട്, PE ഉണ്ട്, സ്വീപ്പർ ഉണ്ട്. ഇത്രയും വേക്കൻസികൾ ഇതിനകത്തുണ്ട്. കാഷ്യർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ടെല്ലർ എന്നാണ് കാണിക്കുന്നത്. ടെല്ലർ എന്ന് പറഞ്ഞാൽ അത് കാഷ്യർ ആണ്. നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 18 to 40. നിങ്ങൾക്ക് 18 വയസ്സും 40 വയസ്സും ഇടയിലുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ പല പ്രാവശ്യം ഇപ്പം പറഞ്ഞ് 10ാം ക്ലാസ്, 12ാം ക്ലാസ്, ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, BE, BTech അങ്ങനെയുള്ള എല്ലാവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 42,000 തൊട്ട് 56,000 വരെ നിങ്ങൾക്ക് എക്സ്പെക്ടഡ് സാലറിയാണ്. ഓരോ പോസ്റ്റിനും അതിന്റെ അനുസരിച്ച് മാറിയും മറിഞ്ഞിരിക്കും. നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഞാൻ ആൾറെഡി പറഞ്ഞ്. ഇന്റർവ്യൂ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല. ജനറൽ ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, EWS ആയിക്കോട്ടെ, നിങ്ങൾക്ക് നില്ലാണ് ആപ്ലിക്കേഷൻ ഫീസ്. അതുപോലെ തന്നെ SC, ST, PhD നിങ്ങൾക്ക് നില്ലാണ്. ഇനി എങ്ങനെ ഔട്ട് ടു അപ്ലൈ, അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നെന്നുള്ള കാര്യം നിങ്ങളെ വെബ്സൈറ്റിൽ ഞാൻ കാണിച്ച് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം. അത് നിങ്ങളെ മനസ്സിലാക്കി തരാം. എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രഷർ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പാസ്സായവർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ ലൊക്കേഷൻ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, നമ്മുടെ വീടിനടുത്ത് നമ്മുടെ വേക്കൻസി ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആ വെബ്സൈറ്റിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
ഇതാണ് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു വെബ്സൈറ്റ് ആക്സിസ് ബാങ്കിന്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആക്സിസ് ബാങ്കിന്റെ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് വരുന്നത്. ഇവരുടെ ഈ ജോബ് പോർട്ടലിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ഓഫ് ജോബ് ഇവിടെ എഴുതി ആ ടൈപ്പ് ഓഫ് ജോബിനെ പറ്റി അറിയാം. പക്ഷെ ലൊക്കേഷൻ എങ്ങനെയാ കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് കണക്ക് എക്സ്പീരിയൻസ്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, നിങ്ങൾ 10ാം ക്ലാസ്സേ പാസ്സായിട്ടുള്ളൂ, അല്ലെങ്കിൽ 12ാം ക്ലാസ്സേ പാസ്സായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പാസ്സായവരാ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇവർ പ്രത്യേകം ഇതിന്റെ ഈ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ വിഷ് ടു സബ്മിറ്റ് യുവർ പ്രൊഫൈൽ ഫോർ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആകും. നിങ്ങളുടെ റെസ്യൂം ഇവിടെ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് റെസ്യൂം പറയുന്നുണ്ട്, അപ്ലോഡ് ചെയ്യണം നിങ്ങൾ. അതുകൂടാതെ നിങ്ങളുടെ പേഴ്സണൽ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID നിങ്ങൾ ഇവിടെ കൊടുക്കണം. നിങ്ങളുടെ കോൺടാക്ട് നമ്പർ, മൊബൈൽ നമ്പർ കൊടുക്കണം. നിങ്ങളുടെ പിൻകോഡ് കൊടുക്കണം. ഈ പിൻകോഡ് കൊടുക്കുന്നതനുസരിച്ച് അവരുടെ നിങ്ങളുടെ ആ ലൊക്കേഷൻ മനസ്സിലാകുകയും എപ്പോൾ അവിടെ വേക്കൻസി വരുന്നോ, നിങ്ങളുടെ ആ ലൊക്കേഷനിലുള്ള ബ്രാഞ്ചിൽ വേക്കൻസി വരുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്കായിരിക്കും തരുന്നത്. അതുകൊണ്ടാണ് ഇത് നിങ്ങൾ പ്രിപ്പയർഡ്. നിങ്ങൾ പ്രൊഫഷണൽ ആയിക്കോട്ടെ, 10ാം ക്ലാസ്സേ പാസ്സായിട്ടുള്ളൂ, 12ാം ക്ലാസ്സേ പാസ്സായിട്ടുള്ളെങ്കിൽ നിങ്ങൾ ഇത് പ്രിഫർ ചെയ്യണം. ഐ ആം എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ യെസ് ചെയ്യുക, അല്ലെങ്കിൽ നോ ചെയ്യുക. ജെൻഡർ ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്നുള്ള കാര്യം, മെയിൽ ആണോ ഫീമെയിൽ ആണോ അതേഴ്സ് ആണെന്നുള്ള കാര്യം, കറണ്ട് നിങ്ങളുടെ സിറ്റി ഏതാണെന്നുള്ളത് നിങ്ങൾ ഇവിടെ എഴുതുക. ഞാൻ എൻ്റെ ആലപ്പുഴ ആയതുകൊണ്ട് ഞാൻ ആലപ്പുഴ എഴുതുകയാണ്. PPUZH. ഞാൻ ആലപ്പുഴ വന്ന് ഞാൻ ആലപ്പുഴ എടുത്ത്. അത് കണക്ക് നിങ്ങളും ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽ, റിലിവന്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എടുക്കണം. ഇവിടെ 0 തൊട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ 0 എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, 0 ആണ്. 0 എടുത്ത് ഐ ഹാവ് റീഡ് ആൻഡ് അക്സെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ആപ്ലിക്കേഷൻ ചെയ്യണം. ഇനി ഞാൻ അടുത്തായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്, നിങ്ങൾക്ക് ലൊക്കേഷൻ അനുസരിച്ച് നിങ്ങളുടെ വീടിനടുത്ത് വേക്കൻസി ഉണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി ലൊക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുവാൻ വേണ്ടി ഇവിടെ ലൊക്കേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഈ ഒരു സെലക്ട് ലൊക്കേഷൻ എന്നുള്ള ഇവിടത്തെ, ഞാനിപ്പോ കോട്ടയമാണ് നോക്കുന്നത്. കോട്ടയം എന്ന് എഴുതി ഇവിടെ കോട്ടയം വന്ന് കോട്ടയത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ 9 വേക്കൻസി പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നതെല്ലാം കോട്ടയത്തിന്റെ നോക്ക്, കോട്ടയം. ഇവിടെ ഇച്ചിരി എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. 1 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ക്ലിക്ക് ഹിയർ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ നേരത്തെ കാണിച്ചത് നിങ്ങൾക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോ നിങ്ങൾക്ക് കോട്ടയമല്ല, നിങ്ങൾക്ക് തിരുവനന്തപുരം. ഞാൻ കണ്ട ആ ഒരു സ്ഥലങ്ങളാണ് ഞാൻ എഴുതുന്നത്. ക്ലിയർ. ആദ്യം നിങ്ങൾ വേറൊരു ലൊക്കേഷൻ കാണണമെങ്കിൽ ആദ്യം ഈ ക്ലിയർ ചെയ്യണം. ക്ലിയർ ആൾ ഫിൽട്ടർ ചെയ്യണം. ഇവിടെ ക്ലിയർ ആൾ ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വീണ്ടും നിങ്ങൾക്ക് തിരുവനന്തപുരം എഴുതാം. അപ്പൊ തിരുവനന്തപുരത്തെ വേക്കൻസി കാണിക്കും. 1-2 സ്പെല്ലിംഗ് എഴുതുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ട് വരും. THIR. ഇവിടെ തിരുവമ്പാടി, തിരുവനന്തപുരം ഇവിടെ വന്ന് നിങ്ങൾക്ക് തിരുവല്ലയിൽ 2 വേക്കൻസി ഉണ്ട്. തിരുവല്ലൂരിൽ 1 വേക്കൻസി ഉണ്ട്. തിരുനെല്ലൂർ താലൂക്കിൽ 1 വേക്കൻസി ഉണ്ട്. ഇനി തിരുവനന്തപുരത്തിലുണ്ട്. തിരുവനന്തപുരത്തിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ തിരുവനന്തപുരത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഞാൻ സെർച്ച് ചെയ്ത് ഇവിടെ തിരുവനന്തപുരത്തിന്റെ വേക്കൻസിയാണ് വരുന്നത്. ഇത് 1 വർഷം തൊട്ട് 3 വർഷം വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് 2 വർഷം തൊട്ട് 4 വർഷം വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് സെയിം ആണ്. ഇത് 2 വർഷം തൊട്ട്. ഇവിടെ എക്സ്പീരിയൻസ് വേണം. നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ, 1 വർഷം പോലും എക്സ്പീരിയൻസ് ഇല്ലാത്തവർ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ ഞാനത് ആദ്യമേ കാണിച്ച്. ഇവിടെ സെയിം ആണ്. നിങ്ങൾ ആ ഒരു ഞാൻ ഇവിടെ കാണിച്ചത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാം. വേറെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഇവിടെ ക്ലിയർ ആൾ ഫിൽട്ടർ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ആ ഒരു ലൊക്കേഷൻ വരും. സപ്പോസ് എനിക്ക് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഈ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ അപ്ലൈയിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്ന് സെയിം ആണ്. ഞാൻ അവിടെ പറഞ്ഞ കണക്ക് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ പറയുന്നുണ്ട് യു ആർ അപ്ലൈയിങ് ഫോർ RVLS ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ്. റെസ്യൂം അപ്ലോഡ് ചെയ്യണം. ബാക്കി ഞാൻ അവിടെ പറഞ്ഞ കണക്ക് തന്നെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID കൊടുക്കണം, കോൺടാക്ട് നമ്പർ കൊടുക്കണം. സെയിം ആണ് അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇവിടെ മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ള കാര്യങ്ങൾ, ഇവിടെ നിങ്ങളുടെ കറണ്ട് സിറ്റി ഏതാണെന്നുള്ളത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യണം. അതനുസരിച്ച് ആ ഒരു സിറ്റിയിൽ വേക്കൻസി ഇപ്പൊ നിങ്ങൾക്ക് വേക്കൻസി ഇല്ലെങ്കിലും വേക്കൻസി വരുമ്പോൾ അവർ ആ വേക്കൻസി നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്നതായിരിക്കും.
ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ റിലവൻസ് എക്സ്പീരിയൻസ് എത്രയുണ്ട്, ഇവിടെ 0 തൊട്ടുള്ളവർക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. 0 കാണിക്കുന്നുണ്ട്, 1 വർഷം 2 വർഷം ഒന്നുകൊണ്ട് കാണിക്കുന്നുണ്ട്. ഐ ഹാവ് റീഡ് ആൻഡ് അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഇനി ഒരു പ്രധാന കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇതിനു മുന്നേ 2 ദിവസം മുന്നേ ഞാൻ 2-3 വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ GDS പോസ്റ്റ് ഓഫീസിന്റെ വേക്കൻസിയെ പറ്റി. പക്ഷെ ആ വേക്കൻസി അവർ എക്സ്റ്റെൻഡ് ചെയ്ത്, ആദ്യം അവരുടെ സർക്കുലർ വന്നിരുന്നത്, നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് ഈ 20-ാം തീയതി ഓപ്പൺ ചെയ്യുമെന്നാണ്. പക്ഷെ 20-ാം തീയതി അവർ ഓപ്പൺ ചെയ്യുന്നില്ല. അവര് ജനുവരി 31 തുടങ്ങി ഫെബ്രുവരി 14 വരെയാണ് അവർ ടൈം തന്നിരിക്കുന്നത്. അത് ഞാൻ പുതിയൊരു വീഡിയോ ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഓർമ്മ വെക്കുക, ജനുവരി 31 തൊട്ട് ഫെബ്രുവരി 14 വരെയാണ് പുതിയ സർക്കുലർ അവരുടെ വന്നിരിക്കുന്നത്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.